ഗാസയിൽ വെടിനിർത്തൽ കരാർ വന്നെങ്കിലും ഇപ്പോഴും അവിടെയുള്ള കുട്ടികളുടെ ദുരിതം തീരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 5 വയസ്സിന് താഴെയുള്ള 54,600 കുട്ടികളാണ് ഗാസയിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഗാസയിൽ ഈ 54,600 കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 2 വർഷമായി തുടരുന്ന യുദ്ധവും കടുത്ത ഭക്ഷ്യക്ഷാമവും കാരണം 12,800-ലധികം പേരുടെ നില ഗുരുതരമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ പഠനം ഇപ്പോൾ പറയുന്നുണ്ട്. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് പ്രാഥമിക ആരോഗ്യം സേവനങ്ങൾ നൽകുന്ന ഒരു സംഘടനയായിട്ടുള്ള UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റിൻ്റെ വിശകലനം അനുസരിച്ച് ഓഗസ്റ്റ് 1 വരെ ഗസയിലെ 6 മാസത്തിനും 5 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ഏകദേശം 16% പേർ ജീവന ഭീഷണിയായ ഒരു തരത്തിലുള്ള പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട്. ഈ മാരകമായിട്ടുള്ള പോഷകാഹാരക്കുറവിനെയാണ് വാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. 4% കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവുള്ളവരാണ്. വാസ്റ്റിങ്ങിനുള്ള ചികിത്സയ്ക്ക് നിരവധി ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പോഷകാഹാര പിന്തുണയും ചിലപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കലും അനിവാര്യമാണെന്ന് പറയുന്നു. ഒരു പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം മേഖലയിലെ പട്ടിണി അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായിട്ടുള്ള പഠനമാണ്. 2024 ജനുവരി മുതൽ ഓഗസ്റ്റ് പകുതി വരെ ഗാസയിലെ നിരവധി ആരോഗ്യ കേന്ദ്രങ്ങളിലായി ഏകദേശം 2,20,000 കുട്ടികൾ നടത്തിയ പരിശോധനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഗാസയിൽ 5 വയസ്സിന് താഴെയുള്ള ഈ കുട്ടികൾ പോഷകാഹാര കുറവ് അനുഭവിക്കുമ്പോൾ ഗാസ മുനമ്പിലെ ആയിരക്കണക്കിന് പ്രീ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ തടയാവുന്ന കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് എന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.